ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശുനായകൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണ്. എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ എന്തിനീ ഭാരങ്ങൾ എന്തിനീ വ്യാകുലം കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. അന്ധകാരം ഭൂമിയിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അന്ധകാരം ഭൂമിയിൽ വ്യാപരിച്ചിടുമ്പോൾ രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോൾ അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണ്. അഗ്നികുണ്ഡത്തിലും സിംഹക്കുഴിയിലും ദാനിയേലിൻ ദൈവമൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവടിഞ്ഞിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവടിഞ്ഞിടുമ്പോൾ സ്വന്ത സഹോദരൻ തള്ളിക്കളയുമ്പോൾ യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണ്. സ്വന്ത സഹോദരൻ തള്ളിക്കളയുമ്പോൾ യൗസേപ്പിൻ ദൈവമൻ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തിരുവചനത്തിലേക്ക് നമുക്ക് വരാം. വളരെ
ചിരപരിചിതമായ ഒരു തിരുവചന ഭാഗം നമ്മൾ പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഇന്ന് കർത്താവ് നമുക്ക് വീണ്ടും ധ്യാനിക്കാനായിട്ട് തന്നത് ഒന്നുകൊണ്ട് കൊച്ചു കാര്യങ്ങൾ അതിനകത്ത് നിന്ന് പറഞ്ഞു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലെ സ്നാപക യോഹന്നാന്റെ പ്രഭാഷണത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാ. വളരെ മനോഹരമായ ഒരു ഭാഗം. തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാ: അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇവനെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നൊരു ശബ്ദം. ഈ വചനഭാഗം വായിച്ചപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന അതേ സംശയം ഞാൻ കർത്താവിനോട് ചോദിച്ചു. കർത്താവ്, ഏത് മരുഭൂമിയില്ല സ്നാപക യോഹന്നാൻ ഇത് വിളിച്ച് പറയുന്നത്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തോന്നുന്ന കൊച്ചു സംശയങ്ങൾ ഞാൻ കർത്താവിനോട് ചോദിക്കും. അപ്പോൾ കർത്താവ് അതിന് മനോഹരമായ പല മറുപടികൾ എനിക്ക് പലപ്പോഴും തരാറുണ്ട്. ഞാൻ നിങ്ങൾക്കത് പറഞ്ഞും തരാറുണ്ട്. ഈ ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കർത്താവിനെ ചോദിച്ചു, ദൈവമേ, ഈ സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്ത് നിന്നാ ഇത് പറയുന്നത്? മരുഭൂമിയെക്കുറിച്ച് പലപ്പോഴും നമ്മളോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞ മരുഭൂമിയിൽ ചിലപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടാകണമെന്നില്ലല്ലോ. ഞാൻ അർത്ഥം അങ്ങനെ പറഞ്ഞു. മരുഭൂമി പലപ്പോഴും ആൾക്കാരുടെ സാന്നിധ്യം തന്നെ ഉണ്ടാകത്തില്ല. പിന്നെ ഏത് മരുഭൂമിയിലാണ് സ്നാപക യോഹന്നാൻ തന്റെ പ്രഭാഷണം നടത്തിയത്? കർത്താവ് പറഞ്ഞു, സ്നാപക യോഹന്നാൻ ഈ കാര്യം പറഞ്ഞത് യൂദയായിലെ മരുഭൂമിയിൽ എന്ന് പറയുന്നത് യൂദയായിലെ ജനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ ഇത് പറഞ്ഞത്. ഇവിടെ കർത്താവ് മരുഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത്, കർത്താവ് പറഞ്ഞത് അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തെയാണ് കർത്താവ് കാണിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട്, എപ്പോഴും വചനം നമ്മളോട് സംസാരിക്കണം. അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസമില്ലാത്ത, ആത്മീയമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ജനങ്ങളുടെ ആ അവസ്ഥയെക്കുറിച്ച് വചനം പറയുന്നു. മരുഭൂമി. ഇവിടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക പുതിയ ഒരു കാര്യം. സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ മരുഭൂമിയെക്കുറിച്ച് കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ആ അവസ്ഥയാണ് കർത്താവ് മരുഭൂമി എന്ന് പറഞ്ഞത്. ശരിക്കും നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്കറിയാം, എത്രയോ നാളായി നമ്മൾ ഇതേപോലെയുള്ള വചനങ്ങൾ കേൾക്കുന്നു, പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നു, പല രീതിയിലുള്ള പ്രാർത്ഥനകൾ കേൾക്കുന്നു. ഒരു മാറ്റവുമില്ലാതെ ഒരു വരണ്ട സ്ഥലമായിട്ട്, മരുഭൂമിയായിട്ട് ഇന്നും നമ്മൾ ജീവിക്കുകയാണ്. പച്ചപ്പ് ഉണ്ടെങ്കിൽ, വല്ലപ്പോഴും ഒക്കെ ഒരു മഴ പെയ്യുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ചെറിയ ചെറിയ വളർച്ചകൾ കാണാൻ പറ്റിയേനെ. ഒരു വിത്ത് പൊട്ടി മുളയ്ക്കുന്നത് പോലെ ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു മുള പൊട്ടുന്നത് നമുക്ക് ചിലപ്പോൾ അനുഭവിക്കാൻ പറ്റിയേനെ. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വളർച്ച കാണാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം ഇന്നും നമ്മൾ മരുഭൂമിയെ പോലെ നമ്മളുടെ ഹൃദയം മരുഭൂമിയായി മാറുകയാണ്. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, ആ സ്ഥലത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് അവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തെക്കുറിച്ചാ. യൂദയായിലെ മരുഭൂമി എന്ന് ദൈവം പറഞ്ഞത്. അവിടെ പറയുക, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. എത്ര നല്ലൊരു വാക്കാ. വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞ അതേ വാക്കാ. അന്ന് സ്നാപക യോഹന്നാൻ പറഞ്ഞ അതേ വാക്ക് ഇന്നും ദൈവം നമ്മളോട് പറയുക, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഇതിനൊരു വലിയ അർത്ഥമൊന്നും നമ്മൾ കൊടുക്കത്തില്ല. കാരണം ഇത് പണ്ട് മുതൽ കേൾക്കുന്ന, ഇപ്പൊ സ്നാപക യോഹന്നാൻ എത്രയോ വർഷം മുന്നേ പറഞ്ഞതാ. അതിനുശേഷം എത്രയോ ആൾക്കാർ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവവചനം പ്രഘോഷിക്കുന്നവരൊക്കെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മളിത് വേണ്ട രീതി എടുക്കുന്നില്ല. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്
യേശുവിൻ്റെ അടുത്ത ഒരു വരവിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത്. അതല്ല ഇവിടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുക, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം എപ്പോൾ തിരിച്ച് എടുക്കപ്പെടും, അവസാനിക്കപ്പെടുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സമീപത്താണ് നമ്മൾ നിൽക്കുന്നത്. എപ്പോൾ തിരിച്ചു വിളിക്കുന്നു അപ്പോൾ നമുക്ക് ദൈവരാജ്യത്തെ പ്രവേശിക്കണമെങ്കിൽ ഒരു മാനസാന്തരം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഇത് ഗ്രഹിക്കാൻ പറ്റാത്തതിന് കാരണം നമ്മൾ ലോകാവസാനത്തെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് നമുക്കിതിന് വേണ്ട അർത്ഥത്തിൽ നമ്മൾ എടുക്കുന്നില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ലോകാവസാനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം പറയുക, ലോകാവസാനത്തെ കുറിച്ചല്ല, നമ്മളുടെ ഇഹലോക ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ച് കർത്താവ് പറയുന്നത്. അത് ഏത് സമയമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇന്നോ നാളെയോ, ഈ നിമിഷമോ അടുത്ത നിമിഷമോ അത് സംഭവിച്ചേക്കാം. അതുകൊണ്ട് കർത്താവ് പറയുക, നിങ്ങൾ മാനസാന്തരപ്പെടണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാ സ്നാപകയോന അവിടെ വിളിച്ചു പറഞ്ഞത്. ഇവനെ പറ്റി യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ തന്നെ എഴുതി വെച്ചിരുന്ന മരുഭൂമി വിളിച്ചു പറഞ്ഞ ശബ്ദം, ഹൃദയം കഠിനമാക്കപ്പെട്ടവരുടെ, വിശ്വാസമില്ലാത്തവരുടെ, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് അവരുടെ ഒരു മാനസാന്തരത്തിന് വേണ്ടി വിളിച്ചു പറയുന്ന ഒരു ശബ്ദം, മാനസാന്തരപ്പെടുവിൻ. ഇന്നിത് പറയുമ്പോൾ നമ്മളെയും നമ്മുടെ ചുറ്റും ഒന്ന് പരിശോധിച്ചാൽ അറിയാം, ഇങ്ങനെ ഒരു വചനം ഇന്ന് എവിടെ കേൾക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഭൗതിക ജീവിതത്തിലെ വളർച്ച ആത്മീയ ജീവിതത്തെ വളരെ മാറ്റത്തിലേക്ക് കൊണ്ടുപോയി. ഇന്ന് ശരിക്കും നമ്മൾ കേൾക്കേണ്ട വാക്യം ഇതാണ്, മാനസാന്തരപ്പെടുവിൻ എന്നത്. എന്നാൽ ഇന്ന് ഇങ്ങനൊരു വാക്യം എവിടെയും പ്രഘോഷിക്കപ്പെടുന്നില്ല. അതിന് കാരണം നമുക്കിത് ഇഷ്ടമല്ല. എന്റെയും നിങ്ങളുടെയും കാര്യം നടക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എത്രയോ പേര് ഓടിക്കൂടും. എന്ത് ത്യാഗവും സഹിച്ച് അവിടേക്ക് പോകാൻ നമ്മൾ തയ്യാറാകും. എത്ര ദിവസം വേണമെങ്കിലും ഉപവസിക്കാം, എന്ത് നേർച്ച കാഴ്ചകൾ നടത്താം, പക്ഷെ എന്റെ കാര്യം നടന്നാൽ മതി. അല്ല, നീ മാനസാന്തരപ്പെടണമെന്ന് ഏതെങ്കിലും വ്യക്തി പറഞ്ഞാൽ അന്ന് അവിടുത്തെ പ്രാർത്ഥന നിർത്തുകയായി. യഥാർത്ഥത്തിൽ കേൾക്കേണ്ട വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ചെവി അടച്ച് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് കർത്താവ് ഈ ഭാഗം ഒരിക്കൽ കൂടി പറയാൻ പറഞ്ഞത്. ദൈവം പറയുക, വചനത്തിൽ കർത്താവ് പറയുക, ഒത്തിരി ആൾക്കാര് ഈ വാക്യം കേട്ടിട്ട് സ്നാപകയോനാനേക്ക് അടുത്തു വന്നു. ഇവരാരാണ്, എന്താണ് പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടി വന്നപ്പോൾ കാണുന്നത് കോട്ടും ടൈയും ചൂട്ടും ഒക്കെ ഇട്ട ഒരു വ്യക്തിയൊന്നുമല്ല. ഒരു പ്രാകൃത രൂപത്തെ പോലെ ഒട്ടക രോമം കൊണ്ട് ഒരു കൊച്ചു വസ്ത്രവും അരയിൽ ഒരു തോൽപ്പട്ടയും ഒക്കെ തോൽവാറും ഒക്കെ കെട്ടി അവിടെ നിന്ന് ജനങ്ങളുടെ ഇടയിൽ വിളിച്ചു പറയുക, മാനസാന്തരപ്പെടുവിൻ എന്ന് വിളിച്ചു പറയുന്നവൻ. നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആ വ്യക്തിയുടെ മട്ടും ഭാവവും നോക്കിയിട്ട് ആ വ്യക്തിയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്. കോട്ട് സോട്ടും ഒക്കെ ഇട്ടാ ഇരിക്കുന്നതെങ്കിൽ, വലിയ സ്റ്റൈലായിട്ട് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ കൂടുതൽ ഇഷ്ടപ്പെടും. എന്നാൽ സ്റ്റൈലില്ലാത്ത, വസ്ത്രധാരണം വലിയ കിഴമയൊന്നും ഇല്ലാത്തതാണെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ പോകത്തേ ഇല്ല. കാരണം നമ്മൾ ആത്മീയ ജീവിതത്തെ നമ്മുടെ ഭൗതിക കണ്ണോടെ കാണുന്ന സാഹചര്യത്തിലൂടെ പോകുന്നത്. ഇവിടെ സാമൂഹ്യ ഭക്ഷണം തന്നെ കണ്ടോ, വെട്ടുക്കിളിയും കാട്ടുതേനും. ഇവരുടെ അടുത്ത് ഒന്നും പറ്റുന്നില്ല. മനുഷ്യരാരും അവിടെ ഉള്ളവരൊക്കെ ചിലപ്പോൾ ആർഭാടപൂരിതമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അതിൽ നല്ല വ്യത്യസ്തമായി ഒരു ജീവിതശൈലി നയിക്കുന്ന സ്നാപക യോഹന്നാനെ അവിടെ കാണുകയാണ്. അവിടെ വന്നിട്ട് അവർ ചോദിക്കുക, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്നതിന് അർത്ഥം എന്താ? സ്നാപകൻ പറഞ്ഞു, പാവങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിക്കണം. നിങ്ങളുടെ പാവങ്ങളൊക്കെ ഏറ്റു പറയണം. എന്നിട്ട് ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിലും ആവശ്യമാണ്. കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുക. ഈ പാപങ്ങൾ ഏറ്റുപറയുന്നത് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്
നമ്മൾ ഈ പള്ളിയിൽ പോയിട്ട് കുമ്പസാരിക്കൊക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ കർത്താവ് ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു ഒഴുക്കം മട്ടിലെ ഒരു പാവങ്ങളെ ഏറ്റുപറഞ്ഞ കാര്യമൊക്കെയാണ്. ഇതൊന്നും അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ ഹെനോക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ച കാര്യമാ. 360 വർഷം ഭൂമിയിൽ ജീവിച്ച ഹെനോക്ക് 300 വർഷം കർത്താവിന്റെ കൂടെ ജീവിച്ചു, കർത്താവിന്റെ കൂടെ നടന്നു. പശ്ചാത്തപിക്കുന്ന വ്യക്തിക്ക് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഹെനോക്കിനെ തിരുവചനം കാണിക്കുമ്പോ അവിടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചു, 60 വർഷത്തെ ജീവിതത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച് പിന്നീട് ഹെനോക്കിന്റെ ജീവിതം 300 വർഷം കർത്താവിന്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കണ്ടത്. പിന്നീട് ആ വ്യക്തിയെ ദൈവം സ്വർഗത്തിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. മാനസാന്തരത്തിന് പ്രത്യേകത എന്ന് പറയുന്നത്, എപ്പോൾ നമ്മൾ ദൈവസ്ഥാനത്തിൽ മാനസാന്തരമായിട്ട് കടന്നു ചെന്നോ അന്ന് മുതൽ പിന്നീട് ദൈവത്തോട് കൂടെയുള്ള ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് നടത്തുന്നത് മാനസാന്തരം എന്ന് പറയുന്നത്, ഏറ്റുപറച്ചിൽ എന്ന് പറയുന്നത്, ഇന്ന് പറഞ്ഞ കാര്യം കുറച്ച് വീണ്ടും പറയുന്നു, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഇതേ കാര്യം പറയുന്നു. ഇങ്ങനെ പല ആൾക്കാരും പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നോട് പറയാറുണ്ട്. വിളിക്കുമ്പോൾ അവരെ ഒരു കാര്യം പറയുന്നു, അതിനെപ്പറ്റി ഒരു മനസ്സാന്തരം വന്ന് പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ അത് ഏറ്റു പറയുന്നു. അടുത്ത മാസം വീണ്ടും ഇതേ കാര്യം പറയുന്നു. ഇങ്ങനെ ഒരു ശൈലി നമ്മൾ പിന്തുടരുന്നു. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്നാനം സ്വീകരിക്കേണ്ടത്. പിന്നീട് അവൻ ആത്മാവിന്റെ സ്നാനത്താൽ നിറഞ്ഞ്, അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവത്തോടു കൂടെ നടക്കുന്നവനായി മാറണം. അങ്ങനെയെങ്കിലേ മാനസാന്തരം കൃത്യമാകത്തുള്ളൂ, പശ്ചാത്താപം കൃത്യമാകത്തുള്ളൂ, പാവങ്ങൾ ഏറ്റുപറയുന്നത് കൃത്യമാകത്തുള്ളൂ. ഇതൊക്കെ ചെയ്തിട്ട് പിന്നീടും നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിലാണ് നടക്കുന്നതെങ്കിൽ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസ ജീവിത വഴിയിലേക്ക് നമ്മൾ വരുന്നില്ല. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ കൊച്ചു കാര്യമാ ഇന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞത്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിന് തക്ക ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറണം. വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാ കാര്യത്തിലും വിശ്വാസ ജീവിതത്തിലൊക്കെ നമ്മൾ ആ ദൈവം ആഗ്രഹിക്കുന്ന ഫലമുള്ളവരായിട്ട് മാറണം. ഇതെല്ലാം യോജിച്ച് നിൽക്കുന്നതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ ആകുന്ന മുന്തിരിച്ചെടിയിലെ ശാഖകളായിട്ട് ഞാൻ എന്താഗ്രഹിക്കുന്നു ആ ഫലം നിങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് മാറണം.